മലയാളം ടെക് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ മറ്റ് പല ആപ്പുകൾ ഉപയോഗിച്ചിട്ട് എക്സ്റ്റേണൽ ആപ്പുകൾ ഉപയോഗിച്ചിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒരു സാംസങ് ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം അതായത് നമ്മളൊരു ഒരു ഫോട്ടോയിൽ വേണ്ടാത്ത അൺവാണ്ടഡ് കാര്യങ്ങൾ നമുക്ക് ഇറേസ് ചെയ്ത് കളയാം, നമ്മളെ ഫോട്ടോൻ്റെ ക്വാളിറ്റി കൂട്ടാം. അതായത് നമ്മളിപ്പോൾ റെമണി ആപ്പ് ഉപയോഗിച്ചൊക്കെ ചെയ്യുന്ന ഫോട്ടോ ക്വാളിറ്റി കൂട്ടുന്നില്ല, നമുക്ക് സാംസങ് ഫോൺ ഉപയോഗിച്ച് ഒരു എക്സ്റ്റേണൽ ആപ്പ് ഇല്ലാതെ തന്നെ ചെയ്യാം. അതുകൂടാതെ നമുക്ക് ഫോട്ടോ ക്രോപ്പ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഫോട്ടോ ക്രോപ്പ് ചെയ്തെടുക്കാം. അത്തരത്തിൽ നമുക്ക് അറിയാതെ സാംസങ് ഫോണിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫീച്ചറിനെ കുറിച്ചിട്ടാണ് 3 ഫീച്ചറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടാത്ത പാർട്ട് ഇറേസ് ചെയ്യുന്ന ഫീച്ചർ നോക്കാം. അതിന് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് മമ്മൂക്കയുടെ കാതൽ എന്ന സിനിമയുടെ ബുക്കിംഗ് ഓപ്പൺ എന്ന് തുടങ്ങുന്ന ഒരു പോസ്റ്ററാണ്. ആ പോസ്റ്ററിൽ നമുക്ക് ആ ബുക്കിംഗ് ഓപ്പൺ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ടൊന്ന് ഇറേസ് ചെയ്തെടുക്കാം. അതിന് നമ്മളിപ്പോൾ ഫോട്ടോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ താഴെ ഹാർട്ട്, പെൻസിൽ, ഷെയർ ബട്ടൺ, ഡിലീറ്റ് 3 ഡോട്ട് എന്നുള്ള ഓപ്ഷൻ കാണും. അതിൽ നമ്മൾ പെൻസിലിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഫോട്ടോ എഡിറ്റിംഗ് വിൻഡോയിലേക്ക് വരും. ആ ഫോട്ടോ എഡിറ്റിംഗ് വിൻഡോയിൽ നമുക്ക് സാധാരണ നോർമൽ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ഒട്ടനവധി ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. അതൊന്നല്ല, നമുക്കിപ്പോൾ ഒബ്ജക്റ്റ് ഇറേസറാണ് വേണ്ടത്. അപ്പോൾ ഒബ്ജക്റ്റ് ഇറേസറിനായിട്ട് നമ്മൾ ആ 3 ഡോട്ട് പ്രസ് ചെയ്യുക. 3 ഡോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സ്പോട്ട് കളർ, ഫേസ് എഫക്റ്റ്, കളർ മിക്സ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സും അതിൻ്റെ അപ്പുറം ഒബ്ജക്റ്റ് ഇറേസർ ഫീച്ചേഴ്സും കാണും. അതിൽ നമ്മൾ ഒബ്ജക്റ്റ് ഇറേസർ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റ് ഇറേസറിലേക്ക് പോകും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് വേണ്ടുന്ന റിമൂവ് ചെയ്യേണ്ട പാർട്ട് ഒന്ന് സൂം ചെയ്തെടുക്കുക. വൃത്തിക്ക് റിമൂവ് ചെയ്യേണ്ടിയിട്ടാണ് സൂം ചെയ്തെടുക്കുന്നത്. അതിനുശേഷം സൂം ചെയ്തതിന് ശേഷം നമ്മൾ ആ പാർട്ട് മാത്രം ഒരു ബോക്സിലിട്ട് കൊടുക്കുക. ആ പാർട്ട് മാത്രം ഒരു ബോക്സിലിട്ടിട്ട് നമ്മൾ ഇറേസ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇറേസ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അത് ഭംഗിയായിട്ട് ഇറേസ് ആയി പോയിട്ടുണ്ട്. നമ്മൾ സൂം ഔട്ട് ചെയ്ത് അങ്ങനെ ഒരു പാർട്ട് അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് തിരിയാത്ത വിധത്തിൽ ഇറേസ് ആയി പോയിട്ടുണ്ട്. ഇത്തരത്തിൽ നമ്മളെടുത്ത ഫോട്ടോയിലുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് ഇറേസ് ചെയ്ത് മാറ്റാൻ സാധിക്കും. എത്തരത്തിൽ ഭയങ്കര രീതിയിൽ നമുക്ക് വൃത്തിക്ക് ഇറേസ് ചെയ്ത് മാറ്റാൻ സാധിക്കും. അത് സാംസങ്ങിൻ്റെ ഓരോ അപ്ഡേറ്റ് വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടി ഇതിൽ നിന്ന് ഇറേസ് ചെയ്യാം. ഇൻ സിനിമാസ് 23 നവംബർ എന്നുള്ളത് നമുക്കൊന്ന് ഇറേസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതും നമ്മളിങ്ങനെ കറക്റ്റായിട്ട് അതൊരു ബോക്സ് സർക്കിളിലേക്ക് വരുന്ന വിധത്തിൽ, ഇതിപ്പോൾ ബോക്സ് ആയിട്ടില്ല, ഒറ്റ മിനിറ്റ്. കറക്റ്റ് ഒരു ബോക്സ് ഷേപ്പിൻ്റെ ഉള്ളിൽ വരത്തക്ക വിധം നമ്മളത് കൊടുക്കുക. മറ്റൊരു സർക്കിൾ ഷേപ്പ് ആക്കുക. നമ്മൾ ഇറേസ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇറേസ് കണ്ട ഇപ്പോൾ വൃത്തിക്ക് അങ്ങനെ ഒരു കാര്യം ആ ടെക്സ്റ്റ് അവിടെ ഇല്ലാത്ത രീതിയിൽ അത് ഇറേസ് ആയിട്ടുണ്ട്. നമ്മൾ ഡൺ അടിക്കുക. ആ പാർട്ട് നമുക്ക് സേവ് ചെയ്യാം. ഇപ്പം നിങ്ങൾ അറിയാതെ ആവശ്യമുള്ളൊരു സാധനം തന്നെ ഇറേസ് ആയിപ്പോൾ വിചാരിച്ചു. നിങ്ങൾക്ക് ഇപ്പോൾ സേവും അടിച്ചു പോയി, നിങ്ങൾക്കത് വേണ്ട. ആ സേവ് അടിച്ച കാര്യങ്ങളെ വേണ്ട, നിങ്ങൾക്ക് പഴയ ഒറിജിനൽ ഫോട്ടോ വേണമെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ അതായത് ഈ പെൻസിൽ ബട്ടൺ തന്നെ ഒന്നും കൂടി പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ മേലെ നിങ്ങൾക്ക് കാണാം റിവേർട്ട് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ പഴയ ഫോട്ടോ തന്നെ റിവേർട്ട് ടു ഒറിജിനൽ എങ്ങനെയാണോ മുന്നേ നമ്മൾ ഇറേസ് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടായിരുന്നത് അതേപോലെ ആക്കിയിട്ട് ഫോട്ടോ മാറ്റും. റിവേർട്ട് ടു ഒറിജിനൽ കൊടുത്താൽ ഇപ്പോൾ കണ്ടോ, നിങ്ങൾ ബുക്കിംഗ് ഓപ്പൺ എന്നുള്ളത് അവിടെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇൻ സിനിമാസ് 23 നവംബർ 2023 എന്നുള്ളത് അവിടെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ഫോട്ടോ ഒറിജിനലായിട്ടുണ്ടായിരുന്നത് അതേപോലെ കിട്ടും. അങ്ങനെ സാംസങ്ങിൽ തന്നെ മറ്റൊരു ഫീച്ചറാണ് സാംസങ് ഫോണുകളിലുള്ള നമ്മളിപ്പോൾ AI ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഫീച്ചറാണ്. അതായത് നമ്മൾ റെമണി ആപ്പൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫോട്ടോയുടെ ക്വാളിറ്റി കൂട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ കാതൽ കണ്ടിട്ട് സമന്തയൊക്കെ പറഞ്ഞത് നിങ്ങൾക്കറിയാം, നല്ല മികച്ച ചിത്രമാണ്, എല്ലാവരും പോയിട്ട് കാണുക. അപ്പോൾ ആ സമന്ത പറഞ്ഞത് വെച്ചിട്ട് സമന്തയും മമ്മൂട്ടിയും വെച്ചുള്ള ഒരു ഫോട്ടോ ആണ്. അതിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നതിന് ഞാനത് നിങ്ങൾക്ക് കാണിക്കേണ്ടിയിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച ഫോട്ടോ ആണ്. ഈ ഫോട്ടോ നമുക്ക് ക്വാളിറ്റി കൂട്ടേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എത്തരത്തിൽ ക്വാളിറ്റി കൂട്ടാന്നുള്ളത് അത് എങ്ങനെയാണ് സാംസങ് ഫോണിൽ റെമണി ആപ്പോ അങ്ങനെ എക്സ്റ്റേണൽ ആപ്പോ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 3 ഡോട്ട് പ്രസ് ചെയ്യാം. 3 ഡോട്ട് പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം ഇവിടെ റീമാസ്റ്റർ പിക്ചർ എന്നുള്ള ഓപ്ഷൻ കാണാം. അതായത് ഡീറ്റെയിൽസ്, റീമാസ്റ്റർ പിക്ചർ, ആഡ് പോർട്രേറ്റ് എഫക്റ്റ്, അങ്ങനെ ഉള്ള ഓപ്ഷൻസ് കാണാം. അതിന് നമ്മൾ എടുക്കുക റീമാസ്റ്റർ പിക്ചർ എടുത്തു കഴിഞ്ഞതിന് ശേഷം അത് റീമാസ്റ്റർ ചെയ്യും. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ പിക്ചർ ക്വാളിറ്റി കൂട്ടാനായിട്ട് സാംസങ്ങിൻ്റെ AI ഫീച്ചർ തന്നെ അത് ഫോട്ടോ ഇപ്പോൾ റീമാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാം മമ്മൂക്കയുടെ ഫോട്ടോ പണ്ട് എങ്ങനെയായിരുന്നു ഉണ്ടത് അതിലും കൂടി ബെറ്റർ ക്വാളിറ്റിയിൽ നമുക്ക് ആ ഫോട്ടോ വന്നിട്ടുണ്ട്. സമന്തയുടെ ഫോട്ടോ ആയിക്കോട്ടെ, അതും നല്ല ബെറ്റർ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കാണാം. ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ നമുക്ക് അവിടെ തന്നെ AI ഷോ ചെയ്യുന്നുണ്ട്. 2 ഫോട്ടോ നിങ്ങൾക്ക് ഇതായി കാണാം. മമ്മൂക്കയുടെ മുഖമായിക്കോട്ടെ സമന്തയുടെ മുഖമായിക്കോട്ടെ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിൽ തന്നെ ഇമേജ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി. ഇത് തീരെ ക്വാളിറ്റി ഇല്ലാത്തൊരു ഫോട്ടോ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. എന്നാലും നോർമലായിട്ട് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ തന്നെ മുൻപുണ്ടായിരുന്നതിനേക്കാളും ബെറ്റർ എഫക്റ്റിൽ ബെറ്റർ ക്വാളിറ്റിയിൽ നമുക്ക് ഫോട്ടോ ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നമുക്ക് അത് സേവ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അതായത് കണ്ട അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളെ ഒറിജിനൽ ഫോട്ടോ റീമാസ്റ്റർ ചെയ്തതാണോ ഇല്ലയോ എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മുടെ ഈ ഫോട്ടോയുടെ മേൽ തന്നെ നിങ്ങൾക്ക് കാണാം റീമാസ്റ്റേർഡ്, അതായത് നമ്മൾ റീമാസ്റ്റർ ചെയ്ത ഫോട്ടോ ആണെന്നുള്ളത് അവിടെ ഡിനോട്ട് ചെയ്തിട്ട് സാംസങ്ങിൻ്റെ AI എഫക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ക്വാളിറ്റി കൂട്ടി റീമാസ്റ്റർ ചെയ്തതാണ്. അതായത് നമുക്ക് ഇനി റെമനി ആപ്പോ അത്തരത്തിലുള്ള ആപ്പുകളോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ ഫോട്ടോ സാംസങ് ഉപയോഗിച്ചിട്ട് തന്നെ AI എഫക്റ്റ് ഉപയോഗിച്ച് സാംസങ് ഫോണിൽ തന്നെ നമുക്ക് ക്വാളിറ്റി കൂട്ടാമെന്നർത്ഥം. മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസങ് ഫോണിൽ ഉള്ളത് നമുക്കിപ്പോൾ ഈ മമ്മൂക്കയുടെ ടർബോയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ്. ഇതിൽ നിന്ന് നമുക്ക് മമ്മൂക്കയെ മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമ്മുടെ ആ ഫോട്ടോമിൽ പ്രസ് ചെയ്ത് ഇങ്ങനെ പിടിക്കുക. പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ AI ഉപയോഗിച്ചിട്ട് മമ്മൂക്കയുടെ ഇമേജ് മാത്രം, ഇത് കണ്ടോ നിങ്ങൾക്ക് കാണാം, മമ്മൂക്കയുടെ ഇമേജ് മാത്രമായിട്ട് നമുക്ക് സേവ് ചെയ്യാം. അത് കോപ്പി ചെയ്ത് സേവ് ചെയ്യാം. അല്ല, ഇമേജായിട്ട് മമ്മൂക്കയുടെ ഇമേജ് മാത്രമായിട്ട് സേവ് ചെയ്യാം. ആ ഇമേജ് നമുക്ക് ഷെയർ കൊടുത്തിട്ട് വാട്സാപ്പിൽ ഒരു ക്ലിപ്പാർട്ടായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഒട്ടനവധി ഫീച്ചറുണ്ട്. ഇതേ ഇമേജ് നമുക്ക് നമ്മൾ പല ആപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്ത്, അതായത് നമുക്കൊരു നോർമൽ മൊബൈലിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്കറിയാം പല ആപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അത്തരത്തിലൊന്നും ഉപയോഗിക്കാണ്ട് ആപ്പൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ സാംസങ് ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ എക്സ്റ്റേണൽ ആപ്പ് ഉപയോഗിക്കാതെ ഫോട്ടോ ഇമേജ് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്. അത് നമുക്ക് നോർമൽ യൂസേഴ്സിന്, എഡിറ്റർ ഇല്ലാത്ത നോർമൽ യൂസേഴ്സിന് നമുക്ക് തമാശക്ക് ക്ലിപ്പാർട്ടായിട്ടും അല്ലെങ്കിൽ ഇമോഷൻസ് ആയിട്ടും സെൻഡ് ചെയ്യാനായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അതായത് കോമഡി ഇമോജീസ് ആയിട്ടും സെൻഡ് ചെയ്യാനായിട്ടും അത്തരത്തിൽ ഉപയോഗിക്കാം. അത്തരത്തിലുള്ളൊരു ഫീച്ചറുണ്ട്. അത് നമുക്ക് ഇമേജായിട്ട് സേവ് ചെയ്തേക്കാം, അല്ലെങ്കിൽ കോപ്പി ചെയ്തിട്ട് നമുക്ക് എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്യുക. അതായത് നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്പിലേക്ക് നമുക്കത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഒട്ടനവധി ഫീച്ചേഴ്സ് സാംസങ് ഈ ഫോണിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ പറയാൻ ശ്രമിച്ച 3 ഫീച്ചേഴ്സ് സാംസങ്ങിൻ്റെ. സാംസങ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇതുവരെ നമ്മൾ ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ സാംസങ് ഫോണിൽ ഉണ്ടായിട്ടും നമ്മൾ അറിയാതെ മിസ് ചെയ്ത കിടിലം 3 ഫീച്ചറാണ് ഈ ഞാൻ പറഞ്ഞത്. അതായത് നമുക്ക് റീമാസ്റ്റർ ചെയ്യാം ഫോട്ടോസ്, AI ഉപയോഗിച്ച് ക്വാളിറ്റി കൂട്ടാം, ഒരു ആപ്പ് ഉപയോഗിക്കാതെ തന്നെ മറ്റൊരു ആപ്പ് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യാം, ഒരു ആപ്പും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഫോട്ടോയിലുള്ള അൺവാണ്ടഡ് പാർട്സ് ഇറേസ് ചെയ്യാം. ഈ കിടില 3 ഫീച്ചറാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. അറിയാത്തവരുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് മേ ബി അറിയുന്നവർ ഒട്ടനവധി ആൾക്കാരുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അറിയാത്തവർക്കായി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.